ഗായ്സ്, ഇന്ന് നമ്മുടെ ഐവിൻ്റെ 5ാമത്തെ ദിവസമാണ്. പാർവതി വാലി റിവറാട്ടോ ഈ കാണുന്നത്. നമ്മുടെ ക്യാമ്പ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലാട്ടോ ഈ റിവർ വരും. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും എണീറ്റ് ഈ റിവറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വന്നിരുന്ന് ചുമ്മാ കഥ പറയും. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് ഫ്രഷായി ഇവിടുന്ന് നേരെ ഗ്രഹണിലോട്ട് പോകാനാണ്. ഇത് നമ്മുടെ ക്യാമ്പ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റുള്ള ഒരു പൈൻ ഫോറസ്റ്റാണ്. അപ്പം ഗ്രഹണിലോട്ട് പോകാൻ വേണ്ടി വണ്ടി വരാനുള്ള വെയിറ്റിങ്ങിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങ് വന്നതാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി വന്നു. ഈ കാണുന്ന ഈ ക്യാമ്പർ വാനാട്ടോ നമ്മൾ പോകുന്നത്. അവിടെ ഫുൾ ഓഫ് റോഡാണ്, വഴിയോ കാര്യമോ ഒന്നും ഇല്ല കേട്ടോ. പൈസ എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്, എല്ലാം പിടിച്ചു വെക്കും. വണ്ടിക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ക്യാമ്പർ വാൻ അതും ഹാൻഡ് ബ്രേക്ക്, ഫുൾ ത്രോട്ടിൽ ഹാൻഡ് ബ്രേക്ക്. ഇവിടുത്തെ കമ്പി വെക്കാൻ പറടാ. കമ്പി ഒന്നും വേണ്ട. വേണ്ടിക്കൊണ്ട് നടത്തുമ്പോ സ്പീഡ് വണ്ടിക്ക് എയർ ബാഗ് ഉണ്ട്. താഴോക്ക് മുന്നോട്ട് പോകുന്തോറും വഴി ഭയങ്കര നാരായിട്ടും അതുപോലെ ഫുൾ ഓഫ് റോഡായിട്ട് വരും കേട്ടോ. നല്ല റോഡൊക്കെ കഴിഞ്ഞു, ഇനി ഫുൾ അങ്ങോട്ട് ഓഫ് റോഡ് വഴികളാണ്. അങ്ങനെ നമ്മൾ കസോള് മെയിൻ റോഡിൽ നിന്ന് നേരെ ഒരു ഉള്ളിലോട്ട് വന്നിട്ടുള്ളത് ഈ റോഡാട്ടോ ഗ്രഹണിലോട്ട് പോകുന്നത്. അത് ഫുൾ ഓഫ് റോഡ് വഴി കേട്ടോ. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ടോട്ടൽ 3 വണ്ടി കേട്ടോ. ബാക്കി 2 വണ്ടി ബേക്കിലുണ്ട്. ഞങ്ങൾ ഫ്രണ്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റോഡ് കണ്ടില്ല നിങ്ങൾ, ഫുള്ള് സീന് റോഡാണ്. അതുപോലെ അടിപൊളി നല്ല ഡേഞ്ചറായിട്ടുള്ള ഹെയർ പിന്നും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു നീണ്ട സാഹസികമായ യാത്ര കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഞങ്ങൾ നടന്ന് കയറണം. ഇവിടുന്ന് ഒരു 700 മീറ്റർ അത്രത്തോളം ഉണ്ട് ഇനി ഈ ഗ്രഹം എന്ന് പറഞ്ഞ വില്ലേജ് എത്താൻ വേണ്ടി. അപ്പോൾ വണ്ടി ഇവിടം വരെ പോവുള്ളൂ. ഇനി നമ്മൾ നടന്ന് കയറണം. കണ്ടില്ലേ, ഇതുപോലെ കഴുതകളുടെ മുകളിലാട്ടോ ഇങ്ങോട്ട് ഇപ്പോഴും സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് അവർക്ക് ആ ഗ്രാമത്തിൽ വേണ്ടവർക്കുള്ള അരി, സാധനങ്ങൾ, ഗ്യാസ് എല്ലാം ഈ കഴുതേൻ്റെ മുകളിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗ്രഹൺ എന്ന് പറഞ്ഞ വില്ലേജിലെത്തി. ഇനി ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ. ബാക്കിയുള്ളവർ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഓടിപ്പടച്ചെത്തി. ഇനി ബാക്കിയുള്ളവർ എത്താൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് ഒന്നിച്ച് വേണം പോകാൻ. ഇതാണോ ഫുള്ള് മരം കൊണ്ട് തന്നെ അല്ലേ? ഇതാണോ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ. ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. ഈ ഗ്രഹൺ എന്ന് പറഞ്ഞ വില്ലേജിൽ ഏറ്റവും കൂടുതൽ ഹോം സ്റ്റേ ആട്ടോ ഉള്ളത്. ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാന ഒരു വരുമാന മാർഗ്ഗമാണിത്. അപ്പോൾ ഈ തണുത്ത ക്ലൈമറ്റിൽ നമുക്കൊരു ചൂട് ചായ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ. എങ്ങനെയുണ്ട് തോമസ്? മൂടല്ലേ?
അപ്പോൾ ഞങ്ങളുടെ ലഗേജ് എല്ലാം റൂമിൽ വെച്ചിട്ട് വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ്. നമുക്ക് ഈ വില്ലേജ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണണമല്ലോ, അതിനുവേണ്ടി ഞങ്ങളെല്ലാം ചുമ്മാ ഇറങ്ങിയതാണ്. അങ്ങനെ നേരം നല്ലോണം ഇരുട്ടി, അതേപോലെ തണുപ്പ് നന്നായിട്ട് കൂടി വന്നേ. ഞങ്ങളൊരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് ചെറിയൊരു പാട്ടും കാര്യമൊക്കെ ആയിട്ട് അതിന് ചുറ്റിയിരിക്കുക. നല്ല ഉറങ്ങിയാടെ കിടന്നിട്ട് ചിണ്ടൊക്കെ പാടിയാണ്. നടന്നു ചൊല്ലി അങ്ങനെ ഇന്നലത്തെ പരിപാടി എല്ലാം ലേറ്റായി കഴിഞ്ഞ് ഞങ്ങൾ ലേറ്റായി കേട്ടോ കിടക്കുമ്പോൾ. പക്ഷെ ഇന്ന് രാവിലെ തന്നെ എണീറ്റ്, കാരണം ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു വാട്ടർഫാൾ ഉണ്ട്, അത് കാണാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. 46 പോസ്റ്റോ കവിതയ്ക്കോ അങ്ങനെ ഞങ്ങൾ വാട്ടർഫാൾ കാണാൻ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അതായത് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഞങ്ങൾക്ക് നടക്കാനുണ്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ. ഇവിടെ 3 വാട്ടർഫാളുണ്ട്. ഫസ്റ്റ് വാട്ടർഫാളിൽ നമ്മൾ എത്തി കേട്ടോ. ഇത് ഒരു കുഴപ്പമില്ല, അടിപൊളി വാട്ടർഫാളാണ്. പക്ഷെ കുറച്ച് ചെറുതാണ്. ഇതിലും വലിയ വാട്ടർഫാൾ അപ്പുറമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇനി അടുത്ത് പോകും. കണ്ടില്ല, ഇതുപോലെ നല്ല റിസ്ക് പിടിച്ച വഴിയാണ്. കാല് തെറ്റിയാൽ താഴെ പോകും, അങ്ങനത്തെ വഴി ഇങ്ങോട്ടുള്ള. നല്ല റിസ്ക്കാണ്, എങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുപിടിച്ചങ്ങ് പോവുക. എന്തായാലും വാട്ടർഫാൾ കാണണമല്ലോ, ഇവിടം വരെ വന്നതല്ലേ. ഇങ്ങോട്ടുള്ള പാറയൊക്കെ ആണെങ്കിലും ഫുള്ള് തെന്നിക്കിടക്കുക. ഗ്രഹം വില്ലേജിലെ 2ാമത്തെ വാട്ടർഫാളാട്ടോ നമ്മളീ കാണുന്നത്. അത് ചെറിയ വാട്ടർഫാളാണ്, അത്ര വലിയ വാട്ടർഫാളൊന്നുമില്ല. പക്ഷെ 3rd വാട്ടർഫാളാണ് ഏറ്റവും വലിയ വാട്ടർഫാൾ. അത് കാണാനായിട്ടാണ് ഞങ്ങളിനി പോകുന്നത്. എവിടാ പാലം? ഒരു വഴിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കട്ടെ, കല്ലൊക്കെ ഇട്ടിട്ട് വഴിയാക്കിക്കൊണ്ടിരിക്കുക. കുറേ പേര് നിൽപ്പുണ്ട്. ഇതായത് നമ്മുടെ ഗൈഡ്, ഇത് സാറ് നിൽക്കുക. എങ്ങനെ കടക്കണ്ടേന്ന് നോക്കി നിൽക്കുന്നു. ഗൈഡ് ഇതിലുണ്ട്. ശരിയാ വാട്ടർഫാളാക്കാം. അങ്ങനെ ഇവിടുത്തെ വാട്ടർഫാളൊക്കെ കണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോയും കാര്യമൊക്കെ എടുത്ത് ഞങ്ങളിനി തിരിച്ചു പോവുക. അപ്പോൾ ഞങ്ങൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. മെസ്സേജ് അയക്കത്തില്ല, പിന്നെന്താ? അത് ശരിയാ. തൊപ്പി അറിയില്ല. ഈ തൊപ്പി ആരാ വെച്ചാണ് എടുക്കുന്നുണ്ട്? അഭിനന്ദിന്റെ ആണോ? ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യം ഇല്ല കേട്ടോ. എല്ലാ ഫോട്ടോ ലാസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് സീറ്റ് റൂം. അങ്ങനെ ഞങ്ങൾ ഗ്രഹൺ വില്ലേജിനോട് ഇവിടെയുള്ള ആൾക്കാരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ മല ഇറങ്ങുകയാണ്. ഞങ്ങൾ നേരെ കസോളി ചെന്നിട്ട് അവിടെ കുറച്ച് ഷോപ്പിംഗ് കാര്യമുണ്ട്. അത് കഴിഞ്ഞ് കസോളിൽ നിന്ന് നേരെ ഞങ്ങൾ നൈറ്റ് ഡൽഹിക്ക്. അതാണ് അടുത്ത പ്ലാൻ. പോയേക്കല്ലേ അതിലെ പോയേക്കല്ലേ? പോവാ നമുക്ക് പോവാം. ഇറങ്ങാം. പഠിക്കാൻ വേണ്ടി
എവിടെ സ്ഥലം എവിടെയാ? രാജസ്ഥാനോ? Hi guys. We are going to Delhi. ഡൽഹി ചെന്നിട്ട് വേണം എല്ലാം ഇറക്കാൻ. ഹലോ ഗൈസ്. ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടെങ്കിൽ തന്നെ സ്നോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ കുറച്ചും കൂടി ഈസിയാണ്. ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങോട്ട് സ്നോഫാൾ തുടങ്ങും. പിന്നെ ഇങ്ങോട്ട് വരാൻ തന്നെ നല്ല റിസ്ക്കാണ്. അതേപോലെ വ്യൂ അതിനനുസരിച്ച് അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ഞങ്ങളുടെ വണ്ടി കയറി. അപ്പോൾ ഇനി നേരെ കസോളിലോട്ട്. നനഞ്ഞെടുക്കണല്ലോ. എങ്ങനെയുണ്ട്? സൈഡ് കാണാ. അമ്മ തേർഡില്ല ഫോർത്തിലായിട്ട് ഇറക്കുന്നത്. ആക്സിഡന്റ് പറഞ്ഞോട് അങ്ങനെ ഞങ്ങൾ ഫൈനലി കസോളെത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മണികരൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് പോകും. അവിടെയാണ് ഹോട്ട് സ്പ്രിങ് വരുന്നത്. അപ്പോൾ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മണികരനിലോട്ട് പോകും കേട്ടോ. ഈ കാണുന്ന ടാറ്റസുമല്ല നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഹോട്ട് സ്പ്രിങ് ഉള്ളത്. അപ്പോൾ ഇനി ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് മണികരനിലോട്ട് പോവുക. അപ്പോൾ ഈ കാണുന്ന പൂളാണ് ഹോട്ട് സ്പ്രിങ്. ഇവിടെ ഇത്ര തണുപ്പത്ത് നല്ല ചൂട് വെള്ളം കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ കുളിക്കാൻ പറ്റിയ നല്ല ഇളം ചൂടുള്ള വെള്ളം കേട്ടോ ഇതിലുള്ള. അപ്പം ഈ തണുപ്പത്ത് ഇത് കുളിക്കൽ ഒരു അടിപൊളി വൈബാണ്. നാച്ചുറലായിട്ട് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഹോട്ട് സ്പ്രിങ്ങിലുള്ള കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ കസോൾ ക്യാമ്പ് സ്റ്റേ വന്നു. അറിയാൻ എൻ്റെ അടുത്ത് വലിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ DJ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിനി നേരെ ഡൽഹിക്ക് പോകും കേട്ടോ. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ഞങ്ങൾ ഡൽഹി എത്താനായി. ഇനി ഇവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്യണം. അവിടുന്ന് പിന്നെ ഞങ്ങൾ സൈറ്റ് സീയിങ്ങിന് പോകും കേട്ടോ. ഡൽഹി എത്ര അടിപൊളി സ്ഥലം. ഗായ്സ് അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ അടുത്തെത്തി.
ഇനി ഇവിടെ ചെന്ന് റൂമിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് സൈറ്റ് സീയിങ്ങിന് പോകാൻ വേണ്ടി. ഇതുവനൊക്കെ നേരത്തെ എത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. പോടായത് ആ എല്ലാവരും വേണോ? ഗൈസ്, അങ്ങനെ ഞങ്ങൾ സൈറ്റ് സീയിങ്ങിനായിട്ട് പോവുകയാണേ. ഫസ്റ്റ് ലോട്ടസ് ടെമ്പിളിലാട്ടോ കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മെട്രോയ്ക്കാണ് പോകുന്നത്. കാരണം ഈ ഡൽഹി ട്രാഫിക്കിൽ ബസ് പോകുന്നത് കഴിഞ്ഞ് ബെറ്റർ മെട്രോയ്ക്ക് പോകുന്നത്. വണ്ടി ഒന്നും വിടാം. അതിന് ചോട്ടിൽ ആളുണ്ട്. भैया 1 मिनट हम लोग को जाने दो ना. ओके ओके, थैंक यू. No, this side. ഇവിടെ സെൻട്രൽ തന്നെ സൂര്യൻ. ദാറ്റ് വ്യൂ ഇസ് അമേസിങ് വ്യൂ. ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളിൽ കയറുമ്പോൾ വലിയ തിരക്കില്ലല്ലോ, പുറത്തും നല്ല തിരക്ക്. In inner side, so many people were baking, they were taking works. Yeah. Some people were taking something. Ready. വരുന്ന വഴി നല്ല തിരക്കാ. നല്ല വെയിലുള്ള സമയം കേട്ടോ. പറഞ്ഞിട്ടേ വരും. ഗൈസ്, അങ്ങനെ ലോട്ടസ് ടെമ്പിളെല്ലാം കണ്ട് അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല കേട്ടോ. അവിടെ ഞങ്ങൾ അതൊക്കെ കണ്ട് റിട്ടേൺ അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോൺ ഡെഡായി, ചാർജ് കയറുന്നിട്ട്. അപ്പോൾ ഇന്നലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇന്നിനി ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ച് നാട് പിടിക്കാൻ പോവാം. ഞങ്ങളുടെ റൂമിൽ 4 പേരുണ്ട്. അതാ ഞാൻ ചെറിയ
എന്ത് മിസ്സാണോ നോക്ക്. इതാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. अभी सही क्या कुछ भी नहीं है ना, वो लगेगी फिर तब जाएगी. നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ബൈ ബൈ ഡൽഹി. ബൈ ബൈ ഡൽഹി ഗായ്സ്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഇനി തിരിച്ച് നേരെ നാട്ടിലോട്ട്.